മെയ് 1 ലേബർ ഡേ. ഈ ദിവസം എല്ലാവരുടെയും സക്സസും ഹാർഡ് വർക്കും ഡ്രീംസും ഒക്കെ അച്ചീവ് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാണ് അല്ലേ? ബട്ട് ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ആർ യു വർക്കിംഗ് ജസ്റ്റ് ടു സർവൈവ് ഓർ എ ട്രൂലി ലൈഫ്? എനിക്കറിയാം ഒരുപാട് ആൾക്കാർ 10-12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ഫാമിലിയുടെ ഒന്നിച്ചിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. അതേപോലെ തന്നെ സ്ട്രെസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു വീക്കിലി ഔട്ടിങ്ങിന് സമയമില്ല. തിങ്കിങ് അബൌട്ട് ദ ഫിനാൻഷ്യൽ ഫ്രീഡം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ പോക്കറ്റ് നോക്കും അല്ലേ? ഇന്നത്തേക്കുള്ള എമൗണ്ട് സെറ്റ് ആണോ, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു എമൗണ്ട് എടുത്താൽ എൻ്റെ നാളത്തേക്ക് കാര്യങ്ങളൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും മുടക്കം വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ 10-12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ എന്താ പറയുക, അവരുടെ ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എൻജോയ്മെന്റ് എന്താന്ന് പോലും അറിയാതെ അവർ അതിന് വേണ്ടിയിട്ട് അവർക്ക് ജസ്റ്റ് ഇൻകത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും പറ്റില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയ സമയത്താണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്തത്. എൻ്റെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഒന്നിച്ചിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. എൻ്റെ കാര്യങ്ങളൊക്കെ അതേപടി നടക്കണം. എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ലൈഫിൽ ഉണ്ടാവണം, ഫ്രീഡം ഉണ്ടാവണം, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം. അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇതിനൊരു കരിയർ ആയിട്ടല്ല കണ്ടത്. എനിക്കിത് എന്താ പറയുക, ഒരു ഫ്രീഡം കിട്ടാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ കണ്ടത്. ഫ്രീഡം ടു വർക്ക് ഫ്രം എനിവർ, ഫ്രീഡം ടു ബിൽഡ് മൈ ഓൺ ഇൻകം, ഫ്രീഡം ടു ഹെൽപ്പ് അതേഴ്സ്. ഇത് അത്ര ഈസി അല്ല, പക്ഷേ വർത്ത് ഇറ്റ് ആണ്. Labor Day is not just about celebrating the hard work, it's about respecting our worth. Let's talk about how you can start a journey just ideally.